ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പാർലറിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു നല്ലൊരു പെഡിക്യൂർ ചെയ്യാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് ഒരു 2-3 മാസത്തോളമായി. കാലൊക്കെ ഭയങ്കര വൃത്തികേടായി തുടങ്ങി. പിന്നെ ഓൾറെഡി എൻ്റെ കാലിൽ സൺടാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്തേക്കാമെന്ന്. സൺടാൻ അത് എൻ്റെ കാലിൽ സൺടാൻ വന്നിട്ട് അത് പോകുന്നേ ഇല്ല. കാരണം ഞാനത് കെയർ ചെയ്യാതെ വിട്ടിരുന്നതാണ്. എപ്പോഴും ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചത് എൻ്റെ മുഖം മാത്രമായിരുന്നു ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കാലും കൈയും ഒക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ട് സൺടാനൊക്കെ കൂടി എൻ്റെ കാലിലും കയ്യിലൊക്കെ ഇപ്പോൾ ഒരു മാതിരി വല്ലാണ്ട് അവസ്ഥയായി. മുഖവും കൈയും കാലും തമ്മിൽ 2 കളറുന്ന അവസ്ഥയിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു പെഡിക്യൂർ ചെയ്ത് കാലൊക്കെ ഇന്ന് നല്ല വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു മനുഷ്യൻ്റെ വൃത്തി അറിയുന്നത് തന്നെ കാലിലാണെന്നല്ലേ പറയുക. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു പെഡിക്യൂർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ചൂട് മതി, ഒരു ഇളം ചൂട് മതി. നമുക്ക് തൊടാൻ പറ്റുന്ന പോലെയുള്ള ഒരു വിധം ചൂടായിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് ഒരിത്തിരി മതിയാവും ഉപ്പിടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരിത്തിരി ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ഇത്തിരി ബേക്കിംഗ് സോഡ. അടുത്തത് കുറച്ച് ഷാമ്പു ആണ്. കുറച്ച് ഷാമ്പു ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, ഞാൻ നാരങ്ങയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ലതാണ്. ഇനി നമുക്ക് കാലുകൾ പതിയെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. എനിക്ക് ഇത്തിരി ചൂട് കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. ചെറിയൊരു ചൂട് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ വെളിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കാലൊന്ന് തറയിൽ ചെറുതായിട്ടൊന്ന് ചവിട്ടിയിട്ട് ഇതിലേക്ക് വെച്ചപ്പോഴേക്കും കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോന്നു. എൻ്റെ കാലിലെ കൂട്ടത്തിൽ കുറച്ച് മണ്ണും കൂടി പോന്നു. ഒരു 15 മിനിറ്റിന് ഇതിങ്ങനെ നമുക്ക് വെള്ളത്തിൽ, ആ ചൂടായിട്ടുള്ള വെള്ളത്തിൽ മുക്കി വെക്കണം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് കാല് വെളിയിലെടുത്തിട്ട് എന്തെങ്കിലും ഒരു സ്ക്രബ് കൊണ്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. കോഫി പൗഡറിൽ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണല്ലോ നമ്മുടെ തൈര്. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചു. പിന്നെ വേറെ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല. വെളിച്ചെണ്ണയും തൈരും ഞാൻ കാപ്പിപ്പൊടിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് കാലിൽ തേച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട്, ഒരു സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഞാൻ ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസമെന്നല്ല, അഭംഗി തോന്നിയേക്കാം, ഒരു ഭംഗിക്കുറവ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക.
ആദ്യം ഒരു കാലിൽ അപ്ലൈ ചെയ്തിട്ട് അടുത്ത കാലിലും കൂടെ ചെയ്തിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം അതും കൂടെ തേച്ചിട്ട്. അപ്പം നമുക്ക് അത്രയും നേരം കൂടെ അത് കാലിലിരിക്കുമല്ലോ. അതിൽ വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ മുക്കി വെച്ചിട്ട് അത് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അതിൻ്റെ ഒരു വ്യത്യാസം. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ അതിലോട്ട് മുക്കി വെച്ചിട്ട് എന്താ പറയുക, ഞാൻ ജസ്റ്റ് കാലൊന്ന് മുക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എൻ്റെ കാലിൻ്റെ നഖമൊക്കെ അങ്ങ് നന്നായിട്ട് വെളുത്തു തുടങ്ങി. ഇവിടെ കുട്ടികൾ ഭയങ്കര ശല്യമാണ്, എപ്പോഴും മമ്മി എന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയും കൂടി പിറകിൽ ഇവരും കൂടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നന്നായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് പോലെ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ ഇത് 2 കാലിലും ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് കഴുകിയിട്ടുണ്ട്. സ്ക്രബ് ചെയ്ത് ഇത്തിരി നേരം വെച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങാം. ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ക്യൂട്ടിക്കിൾ റിമൂവർ. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ പെഡിക്യൂർ മാനിക്യൂർ സെറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കതിൽ കൂടെ വാങ്ങിക്കാൻ കിട്ടും. അതാണിത്. നമുക്കിത് വെച്ചിട്ട് ഇതെന്തിനാണെന്നോ, നമ്മുടെ ഇവിടെ എക്സ്ട്രാ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാസ് ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ടാവും. അത് ഇങ്ങനെ നമുക്കത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സൈഡിൽ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന സ്കിൻ പോലെ നിൽക്കുന്നത് നമുക്കത് വൃത്തിയാക്കാം. പിന്നെ ഈ സൈഡിൽ ഇവിടെ നമ്മളുടെ ഈ ഒരു നഖത്തിൻ്റെ ഈ ഒരു സൈഡിൽ രണ്ടിൽ നിൽക്കുന്നത് വേണം. നല്ല അധികമാണെങ്കിൽ നമുക്ക് അതിന് ആ പെഡിക്യൂർ സെറ്റിൽ തന്നെ ഒരു നെയിൽ കട്ടർ പോലെയുള്ളത് കാണും, ഒരു സൈഡ് നെയിൽ കട്ടർ. അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ തെന്നി പോകുന്നു കൈ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് തന്നെ ചെയ്യുകയാണേ. ഇതുകൊണ്ട് ഇങ്ങനെ സൈഡിലത്തെ നമ്മളുടെ ആ ഒരു സൈഡിലുള്ള ആ സ്കിന്നെല്ലാം, അധികമായിട്ട് വളർന്ന് നിൽക്കുന്ന ആ സ്കിന്നെല്ലാം നന്നായിട്ട് വൃത്തിയാക്കണം. നമ്മളിത് ഇവിടെയെല്ലാം നന്നായിട്ട് ആ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കുകയാണെങ്കിൽ ആ നഖത്തിന് തന്നെ കാണാനൊരു ഭംഗിയൊക്കെ വരും. ഇതുപോലെ എല്ലാം 2 കാലിലെയും 2 വിരലുകളും 2 കാലിലെ എല്ലാ വിരലുകളും നമ്മൾ ചെയ്യണേ. അപ്പം ഞാനിത് ചെയ്യട്ടെ. അപ്പം ഞാൻ അതൊക്കെ ക്യൂട്ടിക്കിൾസൊക്കെ എടുത്തിട്ട് അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നഖത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ആ നെയിലൊന്ന് ബ്രഷ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മളുടെ സ്കിന്നിൻ്റെ അവിടെ ഭാഗത്ത് നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ബ്രഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ നമ്മളുടെ പെഡിക്യൂർ സെറ്റിൽ നമ്മൾക്ക് വേറൊരു ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും. ആ ബ്രഷ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഇപ്പോൾ കാലും നഖമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നഖം, എന്താ പറയുക, ഒരു പിടിയൊക്കെ പോലെയുള്ള പിടിച്ചിട്ടിങ്ങനെ ചെയ്യുന്ന പോലെയുള്ള നല്ലൊരു ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഒരു പഴയ ടൂത്ത് ബ്രഷ്. ഞാൻ അതിലിച്ചിരി ഷാമ്പൂ എടുത്തിട്ട് നഖമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കാം. നഖത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കണം. പിന്നെന്താ, ഈ നമ്മളുടെ പെഡിക്യൂർ സെറ്റിൽ തന്നെ നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അത് വന്നിട്ട് നമ്മളിത് ക്യൂട്ടിക്കിൾ ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മളുടെ ഈ നഖമെല്ലാം നന്നായിട്ട് വെളുത്ത് നല്ല അടിപൊളിയായിട്ട്
നഖത്തിന് ഉള്ള കറകളും അഴുക്കും എല്ലാം മാറി നല്ല അടിപൊളിയാവും. ആ ക്രീം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നഖമെല്ലാം ക്ലീൻ ആവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണ്. നന്നായിട്ട് ഞാനൊന്ന് ആ നെയിലൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ വീട്ടിലുണ്ടാവും. നമ്മൾ ആ എക്സ്ട്രാ വാങ്ങിക്കേണ്ടത് ഒരു പെഡിക്യൂർ സെറ്റ് മാത്രമായിരിക്കും നമ്മൾ വാങ്ങിക്കേണ്ടി വരിക. ചിലപ്പോൾ മിക്കവരുടെയും കയ്യിൽ കാണും. എന്നാലും ഞാനൊരു ഉദ്ദേശം പറഞ്ഞാണ്, കാണാത്തവർക്ക് അത് മാത്രമേ വാങ്ങിക്കേണ്ടി വരുള്ളൂ. ബാക്കി ഷാമ്പൂ, നാരങ്ങ, നമ്മളുടെ കാപ്പിപ്പൊടി നമ്മൾ ഉപയോഗിച്ചു സ്ക്രബിന് വേണ്ടിയിട്ട് അത്, ഉപ്പ്, ഇതെല്ലാം നമ്മളുടെ വീട്ടിൽ സാധാരണയായി കാണാറുള്ളതാണ് അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത കാര്യം കൂടി ബ്രഷ് ചെയ്യണേ. കാലിൻ്റെ നഖമല്ലേ, നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുന്നതല്ലേ. ഇവിടെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഒന്നാമത് ഇവിടെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ജോലിയെല്ലാം ചെയ്യാനും കുട്ടികളെ നോക്കാനും ഒക്കെ ഞാൻ തന്നെയുള്ളൂ. അപ്പോൾ മുറ്റത്തൊക്കെ ഒരുപാട് ജോലികളുണ്ടാവും. വെളിയിൽ നിന്നിട്ട് തുണി കഴുകലും മുറ്റടിക്കലും അങ്ങനെ ഒരുപാട് ജോലി. കുട്ടികളുടെ പുറകെ ഓടി നിൽക്കണം. അപ്പോൾ കാലൊന്നും അത്ര പെട്ടെന്ന് അത്രയും നാൾ വൃത്തിയായിട്ടിരിക്കില്ല. ഇപ്പം ഞാൻ ഇത് ചെയ്താലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും എൻ്റെ കാലങ്ങ് മൊത്തം അഴുക്കാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് ഏക ഒരു ആശ്വാസം. അപ്പോൾ ഞാനിത് ബ്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇവിടെ റോഡ് സൈഡായതുകൊണ്ട് വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇനി അടുത്തത് ഇതാണ് നെയിൽ ഫൈലർ. ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നെയിൽ ഫൈലർ. ഇത് നമ്മൾ നഖം ഷേപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഞാനത് നമ്മളിപ്പോൾ ബ്രഷ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളുടെ നഖത്തിൻ്റെ അടിഭാഗത്ത് അത് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി വരാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ആ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കാര്യം കൂടി ഞാൻ ചെയ്യട്ടെ. അഴുക്കൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ ആ നഖത്തിലൊക്കെ അഴുക്കൊക്കെ പോയി. നമ്മളെന്നും കുളിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടെങ്കിലും നെയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും പെട്ടെന്നങ്ങ് അഴുക്കാകും. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് ഈ കുഞ്ഞ് വിരലിൽ മാത്രം ഇത്തിരി അഴുക്കുണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ അതും വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് പ്യൂമിക് സ്റ്റോണാണ്. പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നമുക്കിനി കാലിൻ്റെ അടിഭാഗം എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു ക്രാക്ക് പോലെ വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മഞ്ഞ് സമയമല്ലായിരുന്നു, ആ സമയത്ത് എനിക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതുവരെയും ഞാൻ പ്യൂമിക് സ്റ്റോൺ വെച്ച് അത് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കണം. കാല് നന്നായിട്ട് കുതിർന്നിരിക്കുകയല്ലേ. ഇവിടെ നമ്മൾ മെനക്കിട്ടിരുന്ന് നന്നായിട്ട് ഉരച്ച് നന്നായിട്ട് വൃത്തിയാക്കണം. പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നല്ലോണം തേക്കാന്ന് വെച്ചിട്ട്
അതൊരു മെനക്കെട്ട ഏർപ്പാട് തന്നെയാണ് എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്വിമ്മിങ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉരച്ച് ആ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ സ്കിന്നൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ നനഞ്ഞ് കുതിർന്നിരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം നന്നായിട്ടങ്ങ് അതിൽ കല്ലിൽ നന്നായിട്ട് ഉരഞ്ഞ് അത് പൊയ്ക്കോളും. കല്ലിവിടെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് ഈ കാലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ക്രാക്ക് പോലെ വീഴുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്നുള്ളത് ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇന്നെനിക്ക് ഇപ്പോൾ സമയമില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലേ, അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ക്രാക്ക് ഉള്ളവർക്കായിട്ടുള്ളത്. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ചെയ്തു. എനിക്ക് സമയമില്ലാത്തതിനാൽ ഞാനങ്ങ് നിർത്തുകയാണ്. പിന്നെ ഇനി നമുക്കിത് നന്നായിട്ട് നല്ല വെള്ളത്തിൽ, പച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം കാല്. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. ഓക്കെ, ഞാനപ്പോൾ കാലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു കാലിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടി അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ക്രീമാണ്. എനിക്കിപ്പോൾ കയ്യിൽ അതേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹിമാലയയുടെ റിച്ച് കൊക്കോ ബട്ടർ ബോഡി ക്രീം. ഇതാണ് ഞാനിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ്ലി മോയ്സ്ചറൈസ് ഫോർ ഹെൽത്തി റേഡിയൻറ്റ് സ്കിൻ. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് കാലിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഫേസിലാണെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം ആദ്യം പറയാൻ നിങ്ങളോട് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ആദ്യമേ ചെയ്തിരുന്നു, അത് പക്ഷേ നിങ്ങളോട് പറയാൻ അങ്ങ് മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നെയിൽ പോളിഷ് റിമൂവർ കൊണ്ടിട്ട് നെയിൽ പോളിഷ് എല്ലാം കളഞ്ഞ് അതെല്ലാം വൃത്തിയാക്കി വെക്കണം. പിന്നെ നെയിൽ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്തും വെക്കാം. കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് വെള്ളത്തിലേക്ക് കാല് മുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെഡിക്യൂർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെന്താ പറയുക, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണും വരെ. ബായ്.